ഗാസ വെടിനിർത്തൽ കരാറിന് അംഗീകാരം നൽകി ഇസ്രായേൽ മന്ത്രിസഭ. ഇതോടെ നിരവധി ബന്ദികളെ മോചിപ്പിക്കാനും ഹമാസുമായുള്ള 15 മാസത്തെ സംഘർഷം താൽക്കാലികമായി നിർത്താനും വഴിയൊരുക്കിയിരിക്കുകയാണ്. സുരക്ഷാ ക്യാബിനറ്റ് നൽകിയ ശുപാർശയെ തുടർന്നാണ് 33 അംഗ മന്ത്രിമാരുടെ സംഘം കരാറിന് അംഗീകാരം നൽകിയത്. ഇത് സംബന്ധിച്ച ചർച്ചകൾ 7 മണിക്കൂറിലധികം നീണ്ടു. ഖത്തറും US-ഉം ബുധനാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവസാന നിമിഷം ഹമാസുമായുള്ള സങ്കീർണതകൾ ചൂണ്ടിക്കാട്ടി കരാർ വൈകിപ്പിക്കുകയായിരുന്നു. ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള രണ്ടാമത്തെ വെടിനിർത്തലാണിത്. രണ്ടാം വെടിനിർത്തൽ ഞായറാഴ്ച ആരംഭിക്കും. ബന്ദികളാക്കപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കരാറിന്റെ സ്ഥിരീകരണം ലഭിച്ചു. വെടിനിർത്തൽ കരാർ പ്രകാരം മോചിപ്പിക്കപ്പെടേണ്ട 700-ലധികം പലസ്തീൻ തടവുകാരുടെ പട്ടിക ഇസ്രായേൽ നീതിന്യായ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചതായാണ് റിപ്പോർട്ട്. മന്ത്രിസഭ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിനു പിന്നാലെ ശനിയാഴ്ച പുലർച്ചെയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിലെ ബന്ദികളെ ഹമാസ് മോചിപ്പിക്കും. അതേസമയം പ്രാരംഭഘട്ടത്തിൽ മോചിപ്പിക്കാൻ തീരുമാനിച്ച 33 ബന്ദികളുടെ ഐഡന്റിറ്റിയും അവരുടെ ആരോഗ്യസ്ഥിതിയും സംബന്ധിച്ച അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതും ഗുരുതരമായി തകർന്ന ഗാസ മേഖലയ്ക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കുന്നതും കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേൽ നീതിന്യായ മന്ത്രാലയം 95 പലസ്തീൻ തടവുകാരെയാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ശേഷമായിരിക്കും ബന്ദികളുടെ മോചനം. കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ സൈന്യം ഗാസയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങും. സൈന്യം ക്രമേണ പിൻവാങ്ങുമ്പോൾ സൈനിക സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലേക്കോ ഇസ്രായേൽ ഗാസ അതിർത്തിക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കോ താമസക്കാർക്ക് പ്രവേശിക്കാൻ കഴിയില്ലെന്ന് സൈന്യം അറിയിച്ചു. ഇസ്രായേൽ സേനയ്ക്കെതിരായ ഭീഷണികൾക്ക് ശക്തമായ പ്രതികരണം ലഭിക്കുമെന്ന മുന്നറിയിപ്പും സൈന്യം നൽകി. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തോടെയാണ് സംഘർഷം ആരംഭിച്ചത്. ഇതിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 250 പേർ ബന്ദികളാക്കുകയും ചെയ്തു. ഏകദേശം 100 പേർ ഇപ്പോഴും തടവിലാണ്. ഇസ്രായേലിന്റെ തിരിച്ചടിയിൽ പലസ്തീനിലും ഗാസയിലുമായി 10,000 കണക്കിന് പേർക്കാണ് ജീവൻ നഷ്ടമായത്. ലക്ഷക്കണക്കിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു.